കുട്ടിയെ ഞങ്ങള് വിശദമായി കേട്ടിട്ടുണ്ട്. അപ്പോ കുട്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവളുടെ വീട്ടില് അവളുടെ അമ്മ കുറെ ജോലികൾ ചെയ്യിപ്പിക്കും, അടിക്കും, അത് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് അവള് ഇവിടുന്നേക്ക് പോയത്. 150 രൂപ അമ്മയുടെ ബാഗിൽ നിന്ന് എടുത്തിട്ടാണ് പോയത്. പോയി കഴിഞ്ഞ് ഇവിടുന്ന് കഴക്കൂട്ടത്തുനിന്ന് ബസ്സിൽ കയറിയ ശേഷം അവൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ട്രെയിനിൽ അങ്ങനെ പോയി. സ്ഥലമൊന്നും അറിയില്ല, ആരോടും ഒന്നും ചോദിച്ചതുമില്ല. ട്രെയിനിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കുറച്ച് സ്ത്രീകളുണ്ടായിരുന്നു. ആ സ്ത്രീകളുടെ ഒരാള് അവൾക്ക് ബിരിയാണി വാങ്ങിക്കൊടുത്തു. അപ്പോഴും ഒന്നും പറഞ്ഞില്ല. ബാത്റൂമിൽ പോയപ്പോൾ 2 ആൺപിള്ളേര് അവളുടെ ഫോട്ടോ എടുക്കരുതെന്ന് അവൾ പറഞ്ഞപ്പോൾ തന്നെ അവരും പോവുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ട്രെയിനിൽ കിടന്നിട്ട് കിട്ടുന്നത്. ഇത്രയുമാണ് അവളുടെ പോയതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ. പിന്നെ അവൾക്ക് കേരളത്തിൽ തന്നെ നിൽക്കണം, പാരന്റ്സിനെ കാണണം. പക്ഷെ പാരന്റ്സിന്റെ കൂടെ തൽക്കാലം പോകാൻ കുട്ടി ഉദ്ദേശിക്കുന്നില്ല. കുട്ടിക്ക് ഇവിടെ നിന്ന് CWSയുടെ കീഴിൽ പഠിക്കണം, ഇവിടെ നിൽക്കണം എന്നുള്ളതാണ് അവള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാരന്റ്സിനോട് ഇക്കാര്യം വിശദമായി നമ്മൾക്ക് അസം ഭാഷ അറിയുന്ന ട്രാൻസ്ലേഷൻ നടത്താനായിട്ട് നമുക്കൊരു മാഡത്തിനെ കിട്ടിയിരുന്നു. നമ്മുടെ സ്റ്റാഫും ഹിന്ദിയിലും നന്നായി സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും തന്നെ ഞങ്ങളും കുട്ടിയുമായിട്ട് ഇന്ററാക്ട് ചെയ്തു. അപ്പോൾ കുട്ടി ഇക്കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും അവൾക്ക് കേരളത്തിൽ നിൽക്കണം. തൽക്കാലം ഞങ്ങളൊരു മെഡിക്കൽ എടുക്കാനായിട്ട് വിടുന്നു. മെഡിക്കൽ എടുത്തിട്ട് നേരെ ഇങ്ങോട്ട് വരിക, നേരെ കൌൺസിലിങ്ങിന് വിടുന്നു. ഞങ്ങൾ CWSയിൽ ഇപ്പൊ എന്തായാലും ഒരു കൌൺസിലിംഗ് കഴിയാതെ ഒരു 7-8 ദിവസം, ഒരാഴ്ചയെങ്കിലും, അല്ലെങ്കിൽ ചിലപ്പോൾ 10 ദിവസം വേണ്ടി വന്നേക്കാം. എന്നാലും അത്രയും ദിവസം കുട്ടി നമ്മുടെ കൌൺസിലിംഗ് സെന്ററിലേക്ക് പോകും. കൌൺസിലിംഗ് സെന്ററിലേക്ക് പോകും. മെഡിക്കൽ എടുത്ത ശേഷം ഉടൻ തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് കൌൺസിലിംഗിന് ഇപ്പൊ തന്നെ ഓർഡർ ആക്കും. കൌൺസിലിംഗിന് ശേഷം വീണ്ടും വേണ്ടെന്നുള്ള അപ്പോ കുട്ടിക്ക് എന്താണ് പറയുന്നത്? ഇപ്പൊ കുട്ടിക്ക് പോണ്ട എന്നാണ്. പാരന്റ്സിനെ ഒക്കെ കാണണം, പക്ഷെ അവൾക്ക് പോകണ്ട. ഇവിടെ ഉറപ്പായി. അപ്പോ ഇൻ കേസ് ആഫ്റ്റർ 1 വീക്ക് അപ്പൊ ഈ കുട്ടി ഒരു സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും അതിന്റെ അടുത്തൊരു നടപടി? അതിനനുസരിച്ചിട്ട് നമ്മൾ ഒന്നും കൂടി ചിന്തിക്കും എന്താ വേണ്ടതെന്നുള്ളത്. പക്ഷെ ഇപ്പൊ പാരന്റ്സിനോട് പറഞ്ഞിട്ടുണ്ട്. പാരന്റ്സ് അമ്മ വില്ലിങ് ആണ്. അമ്മയ്ക്ക് അത് നമ്മളോടൊപ്പം സമ്മതമാണ്. അച്ഛനൊരു ചെറിയ വിഷമം ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അവരുടെ പാരന്റ്സ് അവിടെ അസാമിലെ പാരന്റ്സിനെയൊക്കെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോ ട്രാൻസ്ലേറ്ററും നമ്മളെല്ലാവരുമായിട്ട് അവർ സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും അവർക്കും അത് താല്പര്യമാണ്. കുട്ടികൾ ഇവിടെ സുരക്ഷിതമായി നിൽക്കട്ടെ എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതാണ് നോക്കുന്നത്. അത് ഇപ്പൊ അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല. ഇവിടെ നിന്നിട്ട് നോക്കാം എന്നുള്ളതാണ്. അപ്പൊ രണ്ടാമത്തെ കുട്ടിക്ക് ഇച്ചിരി ADHD ഉള്ളതുപോലെ അവർ പറയുന്നുണ്ട് പാരന്റ്സ്. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമാണ് ഇപ്പൊ ഉള്ളത്. ആ കുട്ടിയെ നമ്മൾ നിർത്താമെന്ന് പറഞ്ഞിട്ട് 3 കുട്ടികളെയും നമ്മൾ നിർത്താം. നിങ്ങൾ ജോലി ചെയ്യൂ, നിങ്ങൾക്ക് സമ്പാദിക്കണമല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഏൺ ചെയ്യണം. അപ്പൊ അതിന് ഞങ്ങൾ കുട്ടികളെ നിർത്താമെന്ന് ഞങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട്. 3 കുട്ടികളെയും ഞങ്ങൾ നിർത്താം. അമ്മ സമ്മതിച്ചിട്ടുണ്ട്. അച്ഛനാണ് കുറച്ചൊരു ഇത് കാണിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു നിങ്ങൾക്കും കൂടി വേണമെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് തീരുമാനം. എന്തായാലും കുഞ്ഞിനെ ഇപ്പം മെഡിക്കൽ എടുക്കാൻ വിടും. അത് കഴിഞ്ഞ കൌൺസിലിംഗ് അവര് സമ്മതിക്കുകയാണെങ്കിൽ അത് അപ്പൊ തന്നെ നമ്മൾ ചെയ്യും. ഉറപ്പായും പാരന്റിംഗ് കൌൺസിലിംഗ് നിർബന്ധമായിട്ടും കൊടുക്കും. അത് ആണ് ആവശ്യം. ജോലി ചെയ്യിപ്പിക്കുന്നുണ്ട്, വീട്ടിൽ കുറച്ച് അധികം ജോലി ചെയ്യിപ്പിക്കുന്നുണ്ട്. പിന്നെ പിന്നെ ഒന്ന് അടിക്കുന്നുണ്ട്. അവൾക്കത് അങ്ങിറങ്ങിപ്പോയി. അതാണ് അവൾ ചെയ്തിട്ടുള്ളത്. അസാമിലേക്ക് പോകണം എന്നുള്ളൊരു അന്നേരത്തെ ഒരു തോന്നൽ, അത്രേ ഉള്ളൂ. അങ്ങനെയാണ് പോയിട്ടുള്ളത്. എങ്ങനെ കിട്ടിയെന്നുള്ളത് അവൾക്കും അറിയില്ല. അവള് പറയുന്നത് അങ്ങ് പോയി, ഒരാളോടും അവള് വഴി ചോദിച്ചില്ല, ഒരാളോടും കണ്ട ട്രെയിനിൽ കയറി, അത്രേ അറിയൂ. സ്ഥലം ഒന്നും അറിയില്ല. ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ചെന്നൈയിലെത്തുമ്പോ അല്ലെങ്കിൽ കന്യാകുമാരിയിലെത്തുമ്പോ അടുത്ത ട്രെയിൻ വന്നു, അവൾ അതിൽ കയറി, അങ്ങനെയുള്ളൂ. അത്ര അല്ലാതെ എന്താ ട്രെയിനിൽ കയറി.
ഇല്ല, അവള് പിന്നെ ശരിക്കും പറഞ്ഞാൽ ആരോ ഒരാള് ഒരു സ്ത്രീ വാങ്ങിക്കൊടുത്തൊരു ബിരിയാണിയും കഴിച്ചു. പിന്നെ കിടന്ന് ഉറങ്ങുമ്പോഴാണ് ഈ പറഞ്ഞതുപോലെ എന്താണ് ഈ വിശാഖപട്ടണത്ത് എത്തുന്നതും അവിടെ ഈ എല്ലാവരും നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യവും എല്ലാവരും പിന്നെ 24-ലെ അലക്സ് റാം മുഹമ്മദ് നേരത്തെ തന്നെ അവിടെ അറിയിച്ചിരുന്നു. പേടിയില്ല, അവൾക്ക് പേടിയില്ല. അതാണ്, അവള് ഒരു പേടിച്ചിട്ടുള്ള ഒരു കുട്ടിയല്ല. അവര് പറഞ്ഞു, പക്ഷെ ഇവൾ അതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല. അതാണ് ഉണ്ടായത്. ഇവൾ അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ശ്രമിച്ചു, പക്ഷെ അവള് അതിനൊന്നും അവള് ഒരു മറുപടി റിപ്ലൈ ഒന്നും അവള് ചെയ്തിട്ടില്ല. അവൾ അങ്ങനെ കിടന്നു. അപ്പൊ തന്നെ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും അന്വേഷണം ഉണ്ടായിരുന്നതിന്റെ അടിസ്ഥാനത്തിൽ അവര് കണ്ടെത്തുകയായിരുന്നു. മലയാളി സമാജം ഇങ്ങനെ നോക്കുമ്പോൾ കണ്ടെത്തുകയായിരുന്നു കുട്ടി അതിനകത്ത്. ഇല്ല, അവർക്കും വേറൊന്നും പറയാനില്ല. സാധാരണ വീടുകളിലുള്ളതുപോലെ കുഞ്ഞുങ്ങളെ ഒന്ന് ചിലപ്പോ ഇളയ കുഞ്ഞുങ്ങളെ ഇവള് എന്തെങ്കിലും വഴക്ക് പറയുകയൊക്കെ ചെയ്യുമ്പോൾ മൂത്ത കുട്ടിയല്ലേന്ന് വെച്ചിട്ട് ഈ അമ്മ കുറച്ചൊന്ന് വഴക്ക് കൂടുതൽ അവളെ പറയും, കൂടുതൽ അടിക്കുകയും ചെയ്യും. അതാണ്, ഏറ്റെടുക്കും, ഉറപ്പായും ഏറ്റെടുക്കും. ഓക്കെ.